ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് അമ്പലത്തിൽ പോകാനുണ്ട്. ആദ്യം ഏകദേശം ഒരു 6 മാസത്തോടെ അടുത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് ശാന്തിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ, അതായത് ന്യൂ ബോൺ ബേബീസിന് എപ്പോൾ അമ്പലത്തിൽ പോയി തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അകത്ത് കയറിയില്ല, പുറത്ത് നിൽക്കുന്നത്. കീത്തും ആദ്യം പുറത്ത് നിന്ന് ഞങ്ങൾ മാത്രമേ കയറിയുള്ളൂ. അപ്പോൾ നമ്മളിന്ന് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനുള്ള പരിപാടികളാണ്. ആദ്യം കുളിപ്പിക്കണം. കീത്ത് കുളിച്ചാദ്യം, ഞാനും കുളിച്ചു. ഞാൻ ആദ്യം കുളിക്കും. അപ്പം അതിന് കുളിച്ചോ കുളിക്കോ. അങ്ങനെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ കുളിക്കുള്ളൂ, പ്രോപ്പറായിട്ട് കുളിക്കുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് എടുക്കുള്ളൂ. ഇതാണ് അതിനെ കുളിപ്പിക്കുന്ന സെറ്റപ്പ്. ഇവിടെ കിടത്തിയാണ് കുളിപ്പിക്കണത്. അപ്പം ഇവിടെ കിടത്തിയാണ് നമ്മൾ കുളിപ്പിക്കണം. അതിന് അതിൽ ബക്കറ്റ് ഉണ്ട്, അതിൽ ചൂടുവെള്ളമുണ്ട്. ഓക്കെ, അപ്പം ഇനി കുളിച്ചിട്ട് നമ്മൾ ഇറങ്ങട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി. യൂത്തുവിൻ്റെ കോസ്റ്റ്യൂം അതാണ്. സാരി ഒന്നും കിട്ടിയൊന്നുമില്ല. ഇതിന് ബ്ലൗസൊന്നും സെറ്റ് ആവില്ല ഇപ്പോൾ. പിന്നെ നമ്മൾ അവിടെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നമുക്ക് പശുവൊക്കെ ഉണ്ട്. പശുവിനൊക്കെ നമ്മൾ ഫുഡ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അവർ വാങ്ങിച്ചു വെച്ചിട്ട് അവർ നമുക്ക് എന്ത് തരും അല്ലേ. അപ്പോൾ നമ്മൾ പഴം, ആപ്പിള്, പിന്നെ ഗ്രേപ്സ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് റെഡിയാക്കാനുണ്ടായിരുന്നു. അതിനിപ്പോൾ നമ്മൾ റെഡിയാക്കുന്നില്ല. നമ്മളിനി അമ്പലത്തിൽ എത്തിയിട്ട് മുണ്ടിടിക്കും, പിന്നെ ആ നാടിടിക്കും. നമ്മള് ഇപ്പം ഏകദേശം 10:30 കാരണം അവിടെ 7:30 വരെ അമ്പലമുണ്ട്. ആൻഡ് ദ വെദർ ഈസ് ലൈക്ക് ക്ലൗഡിയാണ്. ഇന്നലെ ഇതിലും ഇച്ചിരി സണ്ണി ആയിരുന്നു. ചിലപ്പോൾ വെയിൽ വരും. അപ്പോൾ നമുക്ക് ഡീസൽ അടിക്കണം. ഡീസൽ കിട്ടാനില്ല. ഡീസൽ പമ്പിലൊന്നും സ്റ്റോക്ക് ഇല്ല. വാർ നല്ല രീതിയിൽ എല്ലായിടത്തും എഫക്ട് ചെയ്ത് തുടങ്ങി ഓൾമോസ്റ്റ്. ഞാൻ ഇന്നലെ പോയിട്ട് 3 പമ്പിലും ഡീസലില്ല. പെട്രോൾ ഉണ്ട്, ഡീസലില്ല. നമ്മുടെ വണ്ടി ഡീസലാണ്. സോ ഇവിടുന്ന് ഒരു ലൊക്കേഷനൊക്കെ ഇട്. നമ്മളിപ്പോ ഏകദേശം ഇവിടെ ഒത്തിരി 2 hours ഡ്രൈവ് ഉണ്ട്. നമ്മളുടെ ഫ്രണ്ട്സ് അവിടെ പോയി നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു, മസ്റ്റ് വിസിറ്റ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ അത്യാവശ്യം അമ്പലത്തിലൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന 2 ആൾക്കാരാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാണ്. ഒരു പീസ്ഫുൾ വൈബ് അല്ലേ. നമ്മൾ നാട്ടിലായിരിക്കുമ്പോൾ നമ്മൾ ഗുരുവായൂർ പോവും, കൊടുങ്ങല്ലൂർ പോവും, എല്ലായിടത്തും പോകാറുണ്ട്. സോ ഇന്നത്തെ ഒരു ഡേ ടെമ്പിൾ ആയിരിക്കും. എനിക്ക് അറിയില്ല, നമുക്കറിയില്ല അവിടെ ക്യാമറ ഇതൊക്കെ അലൗഡ് ആണോ എന്നൊന്നും അറിയില്ല. നമ്മളവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ചെല്ലുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്താന്ന്. പക്ഷെ ഗൂഗിളിലൊക്കെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ലൈക്ക് പണ്ടത്തെ ട്രഡീഷണൽ ഇതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ഒരു പശുക്കളും ഒക്കെ ആയിട്ട്. സോ ലെറ്റ്സ് സീ. സോ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിരിക്കുന്നു അല്ലേ. പക്ഷേ പിടുത്തൊന്നും കിട്ടിയിട്ടില്ല. അതൊരു ടെമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ടെമ്പിൾ ആ ഒരു വൈബ് ഒന്നല്ല. നമ്മൾ സ്റ്റിൽ എത്തിയിട്ടില്ല. കണ്ടോ, നല്ല സ്റ്റാച്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെരി ബ്യൂട്ടിഫുൾ. കൃഷ്ണൻ, കുചേലൻ, അങ്ങനത്തെ ഇതൊക്കെ ടീംസ് ഒക്കെ വേറെ വൈബ് അമ്പലം. കാർ പാർക്ക് കാർ പാർക്ക് 2 പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ടെമ്പിൾ എന്ന് പറയാനല്ലോ, ഒരു പിക്നിക്കിന് വന്ന പോലെ ഉണ്ട്. ശ്രീകൃഷ്ണ ടെമ്പിൾ. എന്തായാലും നമുക്ക് ഗുരുവായൂർ പോകാൻ പറ്റിയില്ല. ഇപ്പം എന്തായാലും ചോറ് കൊടുക്കാൻ പറ്റിയില്ല. നമ്മളിവിടെ പോകുന്നു. ആ കാറോട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് നല്ലതേ, ബ്യൂട്ടിഫുൾ, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കണ്ടോ, ഇവിടുത്തെ റോഡൊക്കെ കണ്ടോ, എന്തൊരു നീറ്റായിട്ടാണ് അവരെ മെയിൻറ്റെയിൻ ചെയ്താക്കണേ. We need to really appreciate that. അവിടെ എന്താ ഫാമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പശു കാര്യങ്ങൾ, തൊഴുത്ത് കാര്യങ്ങളൊക്കെ അവിടെയാണ്. അത് തന്നെ അവിടെ പശുവിനെ കണ്ടു ഞാൻ. ആദ്യം തന്നെ ഫീഡ് ചെയ്യിക്കാനുള്ള ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കാനുള്ള റെഡി ആക്കട്ടെ. കിടക്കും മുത്തു.
I think he അമ്പലത്തിലേക്ക് ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ. ആദ്യ ബബൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? ആദ്യ നിങ്ങൾ പകച്ചിരിക്കണേ. അതില ബാഗിൽ എന്തൊക്കെ ഉണ്ടാവും വെച്ചാൽ ഫോർമുല മിൽക്ക് ഉണ്ടാവും, 2 ബോട്ടിൽ ഉണ്ടാവും, അതിൻ്റെ വാട്ടർ ഉണ്ടാവും, പിന്നെ വൈപ്സ് ഉണ്ടാവും, പിന്നെ ഡൈപ്പർ ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും ഇത് ക്രീംസ് ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ താഴെ. ക്രീംസ് ഞാൻ അവിടെ വെച്ചൊക്കെ അപ്ലൈ ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ അങ്ങനെ ക്രീമൊന്നും അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇടിക്കാൻ പോകുന്നത്. ഇതാണ് ആദ്യം മുണ്ട്. ഇതിങ്ങനല്ലേ ഇത് സ്റ്റിക്കർ ഒട്ടിക്കലാണത്. എനിക്ക് മനസ്സിലായി. കര എവിടെ ഇപ്പോൾ എൻ്റെ തിരിച്ചിടണോ? ഇനി ഇങ്ങനെയാണോ വരുന്നത്? ഓക്കെ, ആദ്യം സെറ്റായി. മുണ്ട് ഇടിപ്പിക്കണം, പിന്നെ ഈ ഒരു സംഭവം ഇടണം, നാട് ഇടണം. അതുകൊണ്ട് കഴിഞ്ഞാൽ ആദ്യം കോസ്റ്റ്യൂം സെറ്റായി. എന്താ പോയത്? മൈക്കായിരിക്കും. മൈക്കാണ് പോയത്. അയ്യോ കൊച്ചിൻ്റെ മാല, കൊച്ചിൻ്റെ മാല. എന്തൊക്കെയാണ് എൻ്റെ ആദ്യം കാണിക്കണം. മതി മതി മതി, അങ്ങനെയല്ല, ഇങ്ങനെ ഇട്ടാൽ മതി. ഇതാ വന്ന് എടുത്ത് ഇതാക്കും. വാ വാ ഇവിടെ മുത്തു വാ. മുടി ചെയ്യാനുള്ള സാധനം ഉണ്ടോ നോക്കിയിട്ടാണ് അതിൽ എന്തെങ്കിലും ഉണ്ടോ? സോ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ. നമുക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. നോർത്ത് ഇന്ത്യൻ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. ഷാണയും തൊട്ടിട്ടുണ്ട്, ഞാനും തൊട്ടിട്ടുണ്ട്. സോ ഇനി ഫുഡ് ഉണ്ടാവും. ഫുഡിലെ പ്രശ്നം. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം ഡ്രസ്സ് ചെയ്യിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഡ്രസ്സ് ചെയ്യിച്ചിട്ട് പോവാം, കാരണം തണുപ്പുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ പ്രസാദം കഴിക്കാൻ വേണ്ടി വന്നൊക്കെയാണ്. ഇതാണ് ഇവിടുത്തെ പ്രസാദം. പുലാവ് റൈസ് അല്ലേ അങ്ങനത്തെ, പിന്നെ ഒരു വെജിറ്റബിൾസും ഒരു ബണ്ണും. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയാ? ഇവിടാണ്ട് ഇവിടെ കുറേ ആൾക്കാരുടെ ഇവിടെ കുറേ ആൾക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളത് കഴിക്കട്ടെ. കഴിച്ചിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. ആടിക്കല്. സോ ഗായ്സ്, ഇന്നത്തെ വെതർ അത്ര കണ്ടങ്ങ് സുഖമല്ല, നല്ല തണുപ്പുണ്ട്. ഞാൻ ജാക്കറ്റ് ഇട്ടു, ആദ്യം ഡ്രസ്സ് ഇടിച്ചു. അമ്മ ജസ്റ്റ് ഒരു ഷോള് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അവനതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തണുക്കോ ആദ്യം നിനക്ക്? സോ പ്രണവ് വെന്റ് ടു ആഹാ, ജാക്കറ്റും മുണ്ടും വളരെ നല്ല കോമ്പിനേഷനാണ്. സ്റ്റിൽ മൈ ബോയ്സ് ലുക്കിംഗ് ഗുഡ്. ഓക്കെ, സോ ഞങ്ങളിവിടെ ഒരു ഫാം കാര്യങ്ങളുണ്ട്. സോ ഇവിടെ ഒരു ഫാമൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി പോവാണ്. പ്രണന്റെ കോസ്റ്റ്യൂം നോക്കിയേ. നമ്മൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് നമ്മളിവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചു. നമുക്കിതേ കൊടുക്കാനുള്ളത് തരും. നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആണ് ഗായ്സ്. കൗ ആൻഡ് ഡയറി. നമ്മൾ കുറച്ച് പൈക്കളെ കാണാനാണ് പോകുന്നത്, ഗോക്കളെ. Wow, that's cute. Oh dear. എന്ത് രസാന്നൊക്കെ. ഹായ്. ഇവിടെ ഇഷ്ടംപോലെ പശുക്കളുണ്ട്. നീങ്ങിക്ക് ടാണ.
എന്തത്? കേരളക്കാരും മൊത്തം എല്ലാവരും ഗിഫ്റ്റ് കൊടുത്ത് അല്ലാത്തവരും കൊണ്ടുകൊടുത്തത്. സോ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ബാക്ക് ടു ഹോം. ഓൾമോസ്റ്റ് എത്താറായില്ലടാ ഇല്ലേ? എന്താ ദിവൻ ഈ ഇത്രയും വണ്ടി കൊണ്ട് പോണവൻ പയ്യെ പോയാ മതി പ്രണവ്. ഇവിടെ വണ്ടി ഓടിക്കല് ഓക്കെയാണ്, പക്ഷെ സംടൈംസ് എനിക്ക് ഭയങ്കര പേടിയാണ്. എനിവേ നമ്മള് ഇന്നത്തെ ടെമ്പിൾ ഡേ വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മള് ഒത്തിരി ലാസ്റ്റ് നാട്ടിൽ വെച്ച് ഗുരുവായൂർ പോയിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് പോകുന്നത്. സോ ഇന്ന് മുതലല്ല, നാളെ എനിക്ക് ആദ്യം വേണ്ടി കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യേണ്ടതുണ്ട്. ദെൻ നമ്മള് പയ്യെ we will start solids for Adi. അയ്യോ excited. കലക്കി കൊടുക്കുക. ഇപ്പൊ അത് കലക്കണം, ഫുഡ് ഉണ്ടാക്കണം. So life is completely changing from day by day. എനിവേ അമ്പലത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വാറ്റ്ഫോർഡ് ആണ് ഈ അമ്പലം വരുന്നത്. എനിക്ക് അമ്പലത്തിന്റെ പേര് കറക്റ്റ് കൃഷ്ണന്റെ അമ്പലമാണ്. കൃഷ്ണനും രുക്മിണിയും പിന്നെ നമ്മുടെ രുക്മിണി എന്നാണ് വൈഫിന്റെ പേര്. ഓ മൈ ഗോഡ്, സീതയല്ലേ ഇത്? എന്റെ അച്ഛന്റെ പറ്റിയ പരമ തന്നെയാണ്. എന്റെ അച്ഛൻ അമ്പലത്തിൽ ഇങ്ങനെ കൊറേ പ്രാർത്ഥിക്കും. അത് ആരാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കൊറേ ഇങ്ങനെ പ്രാർത്ഥിക്കും. അത് ആരാ അറിയത്തില്ല. സോ കൃഷ്ണനും രുക്മിണിയും പിന്നെ രാമനും സീതയും, അങ്ങനെ ആ ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. സോ അമ്പലത്തിലൊക്കെ പോയി നമ്മൾ അവിടുത്തെ പ്രസാദമൊക്കെ കഴിച്ചു, പശുക്കളെയൊക്കെ കണ്ടു, നമ്മളൊരു സാധനം വാങ്ങിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി മൈൻഡും ഒക്കെ ഒന്ന് റിലാക്സ് ആവുന്നത് വളരെ നല്ലതായിരിക്കും. സോ വി ആർ വൈൻഡിങ് ദിസ് വീഡിയോ. ഇവിടെ ഇത് നമ്മൾ ഫിനിഷ് ചെയ്യാണ്. നമ്മൾ വീട്ടിൽ പോകണം. എനിക്ക് നാളെ ഷിഫ്റ്റ് ഉണ്ട്. യെസ്, അങ്ങനെ ഇനി എനിക്ക് കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ആയിട്ട് ഞാൻ ഇന്നത്തെ ഡേ അങ്ങ് നമ്മൾ ഫിനിഷ് ചെയ്യും. ഒരു മൂവി കാണാനുണ്ട്, കുറേ ദിവസമായി കാണാനിരിക്കുന്നു. അത് എന്തെങ്കിലും കാണണം. സോ അത്രയൊക്കെ ഉള്ളു ഗൈസ്. ഹോപ്പ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീസ് ഡു എ കമന്റ്. പിന്നെ അത്രയൊക്കെ ഉള്ളു ഗൈസ്. സോ ബൈ ഫോർ നൗ. താങ്ക് യു.